ഇന്ന് നമുക്ക് വീണ്ടും പഴയകാല രുചിയിലേക്ക് പോവാം. തൊട്ടുപുരട്ടിയും ഇടിച്ച ചമ്മന്തിയും വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നമ്മൾ അരി ഉഴുന്ന് ഇടാനൊക്കെ മറന്നു കഴിഞ്ഞാൽ രാവിലെ തന്നെ കുറച്ച് പച്ചരി വെള്ളത്തിലിട്ട് 2 മണിക്കൂർ കുതിർത്തി പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതിലേക്കായി നമ്മൾ 2 കപ്പ് പച്ചരി 2 മണിക്കൂർ കുതിർത്തുക. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ ചോറ്, പാകത്തിന് ഉപ്പ്, പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. അരി നന്നായി അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങളിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിലേക്കായിട്ട് ഞാനൊരു കപ്പിലധികം നാളികേരം ചിരവ് ചെയ്തിട്ടിട്ടുണ്ട്. അത് കുറച്ച് കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5-6 ഉള്ളി, ചെറിയ ഉള്ളിയാണ്, ചെറിയ ഉള്ളി 5-6 പിന്നെ 1 ടീസ്പൂൺ ജീരകം, പിന്നെ നമ്മൾ ഒരു എരിവിന് 4-5 വറ്റൽമുളകും കൂടി ഇട്ടിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക വേണ്ട. അപ്പോൾ നിങ്ങൾ പൾസിലിട്ടാലും മതി കേട്ടോ. അപ്പം ഞാൻ ഇതെല്ലാം കൂടി ക്രഷ് ചെയ്തെടുത്തത് ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനാവശ്യമായ പാകത്തിൽ ഒന്ന് ഡൈലൂട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ച് വെള്ളം മാതിരിയാ കണ്ടില്ലേ. ഇനി ഞാൻ വെള്ളയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് വെള്ളയപ്പച്ചട്ടിയിലാണ് ഇത് ചുട്ടെടുക്കുക. വെള്ളയപ്പം ചുടണമാതിരിയാണ് കേട്ടോ ചുട്ടെടുക്കുക. ഇത് നല്ല ടേസ്റ്റിയാണ്. പിന്നെ നമ്മളിപ്പോൾ ഇതിൽ പച്ചരി മാത്രം ഇത്തിരി ചോറല്ലേ ഇട്ടിരിക്കണു, പക്ഷേ നല്ല മയമായിട്ട് കിട്ടും. നാളികേരമൊക്കെ കൂടി അരയ്ക്കുന്നുണ്ടല്ലോ, നല്ല മയമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മുടെ തൊട്ടുപുരട്ടി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇനിയൊരു ഇടിച്ച ഒരു ചമ്മന്തി കൂടി ഉണ്ടാക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടി നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇനി നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ജാറെടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നമ്മൾ തേങ്ങ എങ്ങനെയാണെന്നറിയോ, നമ്മൾ വെള്ളം വറ്റിയ തേങ്ങ എന്നാൽ കൊപ്രയാവാത്തത്, വെള്ളം വറ്റിയ ഉടനെ അങ്ങനത്തെ തേങ്ങയാണ് ഇതിന് ഏറ്റവും നല്ലത് കേട്ടോ. ഇത് പൊടിഞ്ഞ് കിട്ടുകയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ ചെറിയ തേങ്ങയായിരുന്നു, അത് മൊത്തം ഞാൻ എടുത്തു. പിന്നെ അതിലേക്ക് വേണ്ട മുളക് എപ്പോഴും നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടാണ് എടുക്കേണ്ടത് കേട്ടോ. പിന്നെ വെളുത്തുള്ളി ഞാനൊരു 10-12 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പാകത്തിന് ഉപ്പ് ഞാൻ ഇവിടെ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ ഇത് നമ്മൾ വല്ലാതെ അരയാൻ പാടില്ല, പൊടിക്കണ മാതിരിയാണ് ഇത് കിട്ടേണ്ടത്. അതിനായിട്ട് ഞാനിങ്ങനെ പൾസ് ചെയ്ത് എടുത്തു. പക്ഷേ എൻ്റെ ഞാനിട്ട തേങ്ങ ശരിക്കും പറഞ്ഞാൽ അതിലും വെള്ളം വറ്റിയതാവണം. ഇത് വെള്ളം വറ്റി ഉടനെ ആയത് കാരണം അതിലൊരു വെള്ളത്തിൻ്റെ നനവുണ്ടായിരുന്നു. അപ്പോൾ ഇത് പൊടിയില്ല, ഒന്ന് അരഞ്ഞ മാതിരിയായി. പക്ഷേ ടേസ്റ്റ് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടെ ചമ്മന്തി, അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി നല്ല കോമ്പിനേഷൻ എന്ന് പറഞ്ഞാലും പോരാ, എല്ലാവർക്കും ഇഷ്ടമാവും, നല്ല ടേസ്റ്റിയാണ് ഇത്. ഇനി ഇതിലേക്ക് നമ്മളൊന്ന് വറുത്തിടുന്നത് വെറും കടുകും കറിവേപ്പിലയും മാത്രം മതി കേട്ടോ, വേറെ ഒന്നും വേണ്ട. അപ്പോൾ നമ്മുടെ തൊട്ടുപുരട്ടിയും ഇടിച്ച ചമ്മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.